CPIഎമ്മിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും 13 ജില്ലാ സമ്മേളനങ്ങളും ഇതിനകം പൂർത്തിയായി. ഇന്നിവിടെ ആരംഭിക്കുന്ന തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തോടുകൂടി 11-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം സഖാവ് പിണറായി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ജില്ലാ സമ്മേളന പരിപാടികളെല്ലാം കേരളത്തിൽ പൂർത്തിയാകുകയാണ്. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിലാണ് ഒരു നേതൃനിര മുഴുവൻ പങ്കെടുക്കുന്നത്. 4 PP മെമ്പർമാരും അണിനിരക്കുന്ന ഇതേവരെ ഒരു ജില്ലാ സമ്മേളനത്തിലും പങ്കെടുക്കാത്ത പാർട്ടി നേതൃനിര ഏറ്റവും അവസാനം നടക്കുന്ന തൃശ്ശൂർ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുകയാണ്. ഇന്നത്തെ പത്രത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് AICC അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്തത്. എത്രയോ ദശകങ്ങളായി ഇത്തരത്തിലുള്ള പാർട്ടികളുടെ ഒന്നും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്ന ഒരു അജണ്ട ജനാധിപത്യപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. CPIഎമ്മിൻ്റെ ഭരണഘടനയനുസരിച്ച് സാധാരണ നിലയിൽ 3 വർഷത്തിലൊരിക്കൽ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി. പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ല, ഇവിടെ സ്വാഗത പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന അനുബന്ധ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചാൽ സർവതല സ്പർശിയായ മേഖലയിലുള്ള വിവിധ പരിപാടികളാണ് ഏറ്റെടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യ മേഖലയിലുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. എന്ന് പറഞ്ഞാൽ, കുറേയും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഒരു ജനകീയ വിദ്യാഭ്യാസത്തിനുതകുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് കേരളത്തിലുടനീളം നടന്നു വന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ ഇപ്പോഴും തന്നെ കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ മുന്നേറ്റം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയം. ഞങ്ങളുടെ സമ്മേളനത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളെല്ലാം പലപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല എന്നുള്ള നിരാശയിൽ അവർക്കാകെ പറയാനുണ്ടായിരുന്നത് സമ്മേളനത്തിൽ വിമർശനങ്ങളുണ്ടായി എന്നാണ്. സമ്മേളനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവണം എന്നാണ്. പാർട്ടിയുടെ നവീകരണം എന്ന് പറയുന്ന പ്രക്രിയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാക്രമം അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ പുതുക്കാൻ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് സമ്മേളനത്തിൽ ഉയർന്നു വരേണ്ടുന്ന സ്വയം വിമർശനവും വിമർശനവും.
അങ്ങനെ വിമർശനമുണ്ടായിപ്പോയി എന്ന ചിത്രമാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ മനോരമയും മാതൃഭൂമിയെല്ലാം എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനത്തെപ്പറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ ഇന്ത്യയിലെയും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെയും ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലക്കാലം നടത്തിയ പ്രവർത്തനത്തെ സ്വയം വിമർശനപരമായി പരിശോധിച്ച് പഴയതും പുതിയതുമായ ഒരു പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് ഭരണഘടനാപരമായ ജനാധിപത്യ ഉള്ളടക്കത്തോടുകൂടിയുള്ള സമ്മേളനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉന്നം. ഇതെല്ലാം ചേരുമ്പോഴാണ് പാർട്ടിയുടെ നവീകരണ പ്രക്രിയ നമുക്ക് ജില്ലകളിലും സംസ്ഥാനത്തും പൂർത്തിയാക്കാൻ സാധിക്കും. ജനാധിപത്യപരമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന ഞങ്ങൾക്ക് ജനാധിപത്യമില്ല എന്നും പതിറ്റാണ്ടുകളായിട്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് പോലും നടത്താതെ AICCയുടെ ഭാഗമായിട്ട് നോമിനേറ്റ് ചെയ്ത് പാർട്ടി നേതാക്കളെ നിശ്ചയിക്കുന്ന അവരെല്ലാം വലിയ ജനാധിപത്യവാദികളാണെന്നും നമ്മുടെ മാധ്യമ ശൃംഖലകളൊക്കെ അവതരിപ്പിക്കുന്ന ഈ പ്രത്യേക ഘട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ഈ ആമുഖത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്.